ബാർക്കോഴയുടെ പേരും പറഞ്ഞ് മാണിസാറിന് പിന്നാലെ തന്നെയാണ് പ്രതിപക്ഷം. ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റുമെന്ന് പോലും അവർ വിചാരിക്കുന്നില്ല. മിസ്റ്റർ മാണിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ വെച്ചും തിരുവനന്തപുരത്ത് വെച്ചും 35 ലക്ഷം രൂപ കൈമാറിയെന്ന് വ്യക്തമായും പറഞ്ഞിട്ടുള്ള രേഖകൾ, അതേപോലെ തന്നെ സുകേഷിൻ്റെ റിപ്പോർട്ട്, വളരെ കറക്റ്റായ ആ റിപ്പോർട്ടിൽ വിൻസെൻ്റ് എൻ പോൾ എന്ന ഡയറക്ടർ ജനറൽക്ക് ഇടപെടാൻ അവകാശമില്ല. അയാൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി നിർബന്ധിച്ചിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തതാണ്. ആ വസ്തുതകളെല്ലാം തന്നെ, അതിൻ്റെ രേഖകളും കാര്യങ്ങളും കോടതിയുടെ വിധികളും എല്ലാം തന്നെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് പിന്നെ അത് തന്നെ തുടർന്നുള്ളതാണല്ലോ. അത് എന്ത് ചെയ്യുമെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണല്ലോ പ്രക്ഷോഭണത്തിൻ്റെ സ്ഥിതി വരുന്നത്. ഞങ്ങൾ വെറുതെ ആയിരുന്നു എന്നുള്ള തെറ്റിദ്ധാരണ വല്ലതും നിങ്ങൾക്ക് ഉള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. രണ്ട് കഷ്ണം കടലാസ് കൊടുത്തിട്ട് പോവുകയാണോ? ഓരോന്നും പരാജയപ്പെടുമ്പോൾ അതിനെ തുടർന്നുള്ള അടിയന്തര നടപടികൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ? അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ചോദ്യം ശരിയാണോ? മാണിസാറിനെ ബാർക്കോഴയിൽപ്പെടുത്തിയത് പ്രതിപക്ഷമല്ല, സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണെന്നാണ് പൂഞ്ഞാറിലെ പുലി PC ജോർജ് പറയുന്നത്. പാണ്ഡനായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേ. മാണി മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാനല്ലേ കൂട്ടുന്നത്? നിങ്ങൾക്കറിയാൻ പാടില്ല. ഇടതുപക്ഷമായിട്ട് ചർച്ച, CPM ആയിട്ട് ചർച്ച ഞാനല്ലേ നടത്താൻ പോയത്? ആർക്കാ നിഷേധിക്കാൻ പറ്റുന്നത്? ആ ചർച്ച ഫ്രൂട്ട്ഫുള്ളാകുന്നു. മാണി വേണമെങ്കിൽ മുഖ്യമന്ത്രി ആയേക്കുന്ന കണ്ടപ്പോ എന്നാ കൂട്ടുകക്ഷിയാണെങ്കിലും തന്നെ വഞ്ചിച്ച് പോകാൻ പോകുന്ന മാണിക്കിട്ട് കൊടുത്തേക്കാം. ഈ ബാർ കേസും ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതാണ്. ഈ 3 കേസുകളും ഉമ്മൻചാണ്ടിയുടെ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ തിമിരകളിയുടെയും ഒന്നാം പ്രതിയും ഒന്നാം സാക്ഷിയും ഒന്നാം വാദിയും എല്ലാം ഉമ്മൻചാണ്ടി തന്നെ. പാണ്ഡനായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് മാണിയുടെ വീട്ടിൽ ഞങ്ങളുടെ 9 MLA ഒരുമിച്ച് കൂടി മാണിയുടെ നേരത്ത് മാണിയുടെ കരച്ചിൽ കണ്ടപ്പോൾ മാണി ഉമ്മൻചാണ്ടി ഞങ്ങളെ കൊല്ലുക പറ്റാൻ പറിച്ച ഉമ്മൻചാണ്ടി കരച്ചില്ല. ഞങ്ങളെല്ലാം കൂടെ ഉമ്മൻചാണ്ടിയെ കാണണം, ഹോം മിനിസ്റ്ററെ കാണണം എന്ന് പറഞ്ഞു. ഞങ്ങള് 9 പേരിൽ മാണി വെച്ചോളൂ, ഞങ്ങൾ 8 പേരും കൂടെ ഉമ്മൻചാണ്ടിയെ കാണാൻ ചെയ്തു. മുഖ്യമന്ത്രിയുടെ വീട്ടിലല്ല, ഓഫീസിലാണ് പോയത്. ഞങ്ങളത് അവിടെ വെച്ച് കാണാൻ തോന്നി. ചെന്ന വളരെ അങ്ങരുടെ മുറിയിലെല്ലാം ക്യാമറയിലുണ്ടെന്ന് നോക്കിക്കോ നിങ്ങൾ. ഞങ്ങളെല്ലാം കൂടെ കുത്തിയിരുന്നു. അവിടെ മാറി ഇരുന്ന് സംസാരിച്ചു. മറ്റേ ഉമ്മൻചാണ്ടിയെല്ലാം നിന്നുകൊണ്ടുള്ള കച്ചവടമാണല്ലോ, ഇത് ഇരുന്നുകൊണ്ടുള്ള കച്ചവടമായിരുന്നു. നിപ്പനല്ലായിരുന്നു, പുള്ളി ഇരിപ്പനായി. ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തപ്പോ അർത്ഥം മനസ്സിലായല്ലോ. ഉമ്മൻചാണ്ടി പറഞ്ഞു, ഒരു സംശയം വേണ്ടെങ്കിൽ മാണി സാറിനെ ജയിലിലാക്കി വെച്ച് ഗവൺമെന്റുമായിട്ട് പോകാൻ പറ്റുമോ? ദൈവ സാക്ഷിയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കായി. ഞങ്ങളവിടെ 8 പേരുണ്ട്, ജോസഫ് ഉണ്ട്. അങ്ങനെ പ്രശ്നം ഒതുക്കുന്നില്ല. അപ്പൊ ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയി. അടുത്ത് ഉമ്മൻചാണ്ടി വേറൊരു വാക്ക് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് കണ്ടേക്കാൻ. അർത്ഥം മനസ്സിലായ താഴെയാ രമേശ്, ഒന്ന് കണ്ടേ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചേക്കാൻ പറഞ്ഞു. ഞങ്ങളെ കൂടി ചേരുന്നതിന് ഇപ്പുറം പുള്ളി, നിങ്ങൾ വരേണ്ട കാര്യമില്ല, മാണി സാറിനെ ജയിലിലാക്കാൻ നമുക്ക് പറ്റുമോ? ഓ, വളരെ സന്തോഷം. ഞാൻ കേട്ടോ എന്റെ പൂഞ്ഞാറുകാരനാങ്ങ എന്റെ സങ്കടം പറയണേ. ആ ചോദ്യം വളരെ ക്ലിയർ. KM മാണി കാശ് മേടിച്ച് പറയണേ, KM മാണി കാശ് മേടിച്ചില്ല എന്ന് വിശ്വാസത്തോട് പോയെന്ന് പറയുന്നത് എന്തൊരു പൊടന. KM മാണി കാശ് മേടിച്ച ബോധ്യത്തോടുകൂടി തന്നെയാ പോയത്. പറയാ, അത് അങ്ങനെ ചോദിക്കേ, അങ്ങനെ ചോദിക്കേ. നിങ്ങൾ കേട്ടിട്ട് വർത്താനം പറഞ്ഞു. നിങ്ങൾ ചോദ്യം ഉത്തരം എല്ലാം നിങ്ങൾ എന്റെ ആവശ്യമില്ലല്ലോ. പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയും പോലെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ PC-യുടെ വാക്കുകളും. പണ്ട് എന്തായിരുന്നു പുകില്, ഇനി എന്തൊക്കെ കാണണം? ഡെമോക്രസി വീണ്ടും അടുത്ത ദിവസം.